കിഡ്നിയുടെ ആരോഗ്യം ഇരട്ടിയാക്കാനും കിഡ്നി രോഗങ്ങളുടെ സാധ്യത ഇല്ലാതെയാക്കാനും ശരീരത്തിന് ക്ഷീണം വരിക, കുഴയുക, കാഴ്ചയും ഇതൊക്കെ ബാധിക്കുക, നീര് വരിക, അങ്ങനെ മരണം വരെ സംഭവിക്കാൻ കാരണമാവും. അതാവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. ചെറിയൊരു പല്ലുവേദന വരുമ്പോഴത്തിന്, തലവേദന വരുമ്പോഴത്തിന്, ഗ്യാസ് വരുമ്പോഴത്തിനൊക്കെ ഓടിപ്പോയി മരുന്ന് കുടിക്കുക. ഡോക്ടറെ നിർദ്ദേശമില്ലാതെ മരുന്ന് വാങ്ങി കുടിക്കുക. വാരി വലിച്ച് കിഡ്നിനും തൊട്ടിനും തോന്നിനൊക്കെ ഹൈഡോസ് മരുന്ന് വാങ്ങി കുടിക്കുക. വ്യായാമമില്ലാതെ ഇരുത്തം കൂടി, ഉറക്കം കുറഞ്ഞ്, സ്ട്രെസ്സ് കൂടി, ടെൻഷൻ കൂടി, ഉറക്കമില്ലാതെ ശരീരത്തെ കേടുവരുത്തുന്ന ആളുകൾ സൂക്ഷിക്കുക. നിങ്ങളുടെ കിഡ്നി അപകടത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുന്നത് നമുക്ക് ഒഴിവാക്കാം. നമ്മളുടെ കിഡ്നിയെ നമുക്ക് സ്നേഹത്തോടെ സംരക്ഷിക്കാം. കിഡ്നിയുടെ ആരോഗ്യം ഇരട്ടിയാക്കാനും കിഡ്നി രോഗങ്ങളുടെ സാധ്യത ഇല്ലാതെയാക്കാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ രോഗമില്ലാതെ, ആശുപത്രിയിൽ വരാതെ, മരുന്ന് കുടിക്കാതെ ആരോഗ്യവാനാകണം എന്നുള്ളതാണ്. മറിച്ച് ചെറിയ രോഗങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് ടെസ്റ്റ് എഴുതി വലിയ മരുന്നുകൾ തന്ന് നിങ്ങളിൽ നിന്ന് പണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെയോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയല്ല, മറിച്ച് ഞാനൊക്കെ പഠിച്ച അറിവുകൾ കൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് ഇത് പറയുന്നത്. ഞങ്ങളുടെ നാട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഈ പട്ടിക്കാട് സ്റ്റേഷനിലൂടെ പോയവർക്കറിയാം, ഇപ്പോൾ മാത്രമാണ് അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നത്. അത് ഇപ്പോഴും പഴയ പോലത്തിലുള്ള റെയിൽ അടക്കലും വണ്ടി ബ്ലോക്കാവലുമാണ്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ട്രെയിൻ സർവീസ് വന്നുകൊണ്ട് ഒട്ടുമിക്ക സമയം ആയിക്കൂടെ പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ ബ്ലോക്ക് വരുമ്പോഴൊക്കെ കാണുന്നൊരു ഗതികേടുണ്ട്. നമ്മളറിയുന്ന ആളുകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി സുഹൃത്തുക്കൾ, ഇവരൊക്കെ ഒരു ബക്കറ്റും പിടിച്ചിട്ട് വരുന്നുണ്ടാവും. അതിലുള്ള പല ഫോട്ടോകളും ഇന്ന വീഡിയോ കാണുന്ന ആളുകളെ പോലുള്ള മുഖങ്ങളാണ്. കൃത്യമായിട്ട് നിന്ന് ഗതികേട് കൊണ്ട് വല്ലവൻ്റെയും മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നിക്കുക. നാളെ നിങ്ങൾക്ക് ആർക്കും ഇത് വരരുതേ എന്ന് കരുതിയിട്ടാണ് ഇത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് തരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഒരു പക്ഷേ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് നിങ്ങൾ ജീവിതത്തിൽ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള 10, 20, 200, 1000 കൊടുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നല്ല സൽക്കർമ്മമായിരിക്കും ഈ വിഷയം ആളുകളിലേക്ക് എത്തിച്ചാൽ എന്ന് ആമുഖമായി പറഞ്ഞാണ് തുടങ്ങുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മളെ കിഡ്നി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഫിൽട്ടർ ചെയ്ത് രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവമാണ്. അങ്ങനെ വേസ്റ്റ് ഒരു ഭാഗത്തേക്കും ശുദ്ധരക്തം വേറൊരു ഭാഗത്തേക്കും കളഞ്ഞിട്ട് വേസ്റ്റുകളൊക്കെ എടുക്കും. എങ്ങാനും കിഡ്നി കേടന്നാൽ ശരീരത്തിലെ കിഡ്നിയിലെ വേസ്റ്റുകൾ കളയാൻ കഴിയാതെ കിഡ്നിയിൽ ഉണ്ടാവുന്ന, ബ്ലഡിൽ ഉണ്ടാവുന്ന വേസ്റ്റുകൾ കാരണം ശരീരത്തിന് ക്ഷീണം വരിക, കുഴയുക, കാഴ്ചയും ഇതൊക്കെ ബാധിക്കുക, നീര് വരിക, അങ്ങനെ മരണം വരെ സംഭവിക്കാൻ കാരണമാവും. അതാവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് BP, ഷുഗർ, ഹൃദ്രോഗമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനെ നിയന്ത്രിച്ച് വെക്കുക. പ്രത്യേകിച്ച് BPയെയും ഷുഗറിനെയും. ഹൈ ഷുഗറായിട്ട്, ഷുഗർ കൂടിയിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ടാണ് പലപ്പോഴും കിഡ്നി രോഗം കണ്ടിട്ടുള്ളത്. കുറേ ആളുകൾ BPയെ നിയന്ത്രിക്കാതിരിക്കും. എനിക്ക് അറ്റാക്കൊന്നും വരില്ല, എൻ്റെ BP അത് ആശുപത്രിയിൽ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഷുഗർ ഞാൻ കൺട്രോൾ ചെയ്തോളാം, കുറച്ച് ക്ഷീണം ഉണ്ടാവുള്ളൂ, അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഡോക്ടർമാരെ കൊഞ്ഞനം കുത്തുന്ന കുറേ പേരുണ്ട്. ഇത് പറയുമ്പോൾ വേറെ ഉണ്ട് കേട്ടോ. ചില ഡോക്ടർമാർ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. ചെറിയ ഷുഗർ കൂടുമ്പോൾ തന്നെ എന്ന് മരുന്ന് കുടിക്കുക, അങ്ങനെ അവരിത് ഇങ്ങനെ. ഞാൻ അതൊന്നും അല്ല പറയണേ. നല്ലോണം ഷുഗർ 200, 300, 400 ഒക്കെ ഉണ്ടായിട്ടും മരുന്ന് കുടിക്കാതെ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ടറിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ ശരീരത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആ ക്ഷീണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഒരു ചൊറിച്ചിൽ വന്ന് സ്കിന്നെ മുറിവ് ഉണങ്ങാൻ പ്രയാസം ഉണ്ടെങ്കിൽ അതൊന്നൊരു വിഷയമല്ല, കാരണം അതിനോട് അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ വീട്ടുകാർ പിന്നെ നമ്മളെ കൊണ്ട് ഇടങ്ങാറാവും. അതാവാതിരിക്കാനോ, അതല്ലാതെ നിങ്ങൾ എൻ്റെ അടുത്ത് BPക്ക് ചികിത്സക്ക് വരാനോ ഷുഗറിന് വരാനോ അല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും സംതൃപ്തി അടയുന്നത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴല്ല, വരാതിരിക്കുമ്പോഴാണ്. മാത്രമല്ല ഇതൊക്കെ പറയുന്നത് എൻ്റെ അടുത്തേക്ക് നല്ല ഒരു ഡോക്ടറെ അടുത്തേക്കും നിങ്ങൾ വരാതിരിക്കുമ്പോഴാണ് ഞാനൊക്കെ പഠിച്ചതിൻ്റെ ഗുണം നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം, BP ഉണ്ടോ നിയന്ത്രിക്കുക. അത് നിങ്ങൾ മരുന്നൊടിക്കണം എന്നല്ല പറയണത്. നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പ് ഒഴിവാക്കിക്കോളൂ.
നിങ്ങൾ ടെൻഷൻ ഒഴിവാക്കിക്കോളൂ, ഉറക്കൊഴിക്കണം ഒഴിവാക്കിക്കോളൂ, ജങ്ക് ഫുഡ് ഒഴിവാക്കിക്കോളൂ, നിങ്ങൾക്ക് നിയന്ത്രിച്ചാൽ കിട്ടും. അല്ലാതെ ഇത് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ പേടിപ്പിക്കാനും വേണ്ടിയിട്ട് പറയുന്നതല്ല, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാനാണ്. ഇതേപോലെ തന്നെ ഷുഗർ പോലുള്ള രോഗങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത്, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മരുന്ന് ഡോക്ടർ അനാവശ്യമായിട്ട് മരുന്ന് കുടിക്കുന്ന കേസ് വന്നാൽ കിഡ്നി രോഗം വരും. ചെറിയൊരു പല്ലുവേദന വരുമ്പോഴത്തിന്, തലവേദന വരുമ്പോഴത്തിന്, ഗ്യാസ് വരുമ്പോഴത്തിനൊക്കെ ഓടിപ്പോയി മരുന്ന് കുടിക്കുക. ഡോക്ടറെ നിർദ്ദേശമില്ലാതെ മരുന്ന് വാങ്ങി കുടിക്കുക. വാരി വലിച്ച് കിഡ്നീനും തൊട്ടിനും തോന്നീനും ഒക്കെ ഹൈഡോസ് മരുന്ന് വാങ്ങി കുടിക്കുക, ഇഞ്ചക്ഷൻ അടിക്കുക. ഡോക്ടർ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപകടമാണ്. അത് നിങ്ങളുടെ കിഡ്നിയെ കേടുവരുത്തും. ആ സാഹചര്യം നിങ്ങൾ ഒഴിവാക്കുക. 3, വ്യായാമമില്ലാതെ ഇരുത്തം കൂടി, ഉറക്കം കുറഞ്ഞ്, സ്ട്രെസ്സ് കൂടി, ടെൻഷൻ കൂടി, ഉറക്കമില്ലാതെ ശരീരത്തെ കേടുവരുത്തുന്ന ആളുകൾ സൂക്ഷിക്കുക. നിങ്ങളുടെ കിഡ്നി അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വ്യായാമം ചെയ്യുക, നല്ലോണം കിടന്നുറങ്ങുക, മാനസിക സമ്മർദ്ദങ്ങൾ പരമാവധി ഒഴിവാക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കളർ ഫുഡും ഫ്രോസൺ ഫുഡും മധുരവും പേസ്ട്രിയും മൈദ പോലുള്ള സാധനങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. പുകയിലയും ലഹരിയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ജീവിതത്തെ ഒരു ലഹരിയായിട്ട് കാണുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. അങ്ങനെ വെള്ളം കുടിച്ച് ശരീരത്തിനെ ക്ലീനാക്കിയിട്ട് കൊണ്ടുവരിക. ഭക്ഷണത്തിൽ പഞ്ചസാര, ഉപ്പ്, കെമിക്കൽ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മരുന്നുകൾ, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, കളറുകൾ, കൃത്രിമ മധുരങ്ങൾ, പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന പ്രിസർവേറ്റീവ്സ്, ഇത്തരം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ രുചി കൂടാൻ വേണ്ടിയിട്ട് ചേർത്തുന്ന സാധനങ്ങൾ, കൃത്രിമ ഭക്ഷണങ്ങൾ, കൃത്രിമ ബേക്കറി ഐറ്റംസ്, മൈദയിലും അതുപോലെ തന്നെ വൈറ്റ് ഷുഗറിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ ഒഴിവാക്കുക. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നിങ്ങളെ കിഡ്നിക്കാണ് പ്രശ്നം വരുന്നത്. കിഡ്നി ക്ലീൻ ആക്കണ മെഷീനാണ് പറഞ്ഞില്ലേ. വേസ്റ്റ് കുറേ ചെന്നാൽ ഓൻ പണിയെടുത്ത് ഈ അരിപ്പക്ക് ഓട്ട വരും. നമ്മളെ ചായ അരിക്കുന്ന ഒരു അരിപ്പയിൽ ഓട്ട വന്നാൽ പിന്നെ നിങ്ങൾ ചായ അരിച്ചാൽ അതിലെ ചായപ്പൊടി കളയോ? അതൊക്കെ ആ ചായയിൽ വരൂലേ? അരിച്ചതിൻ്റെ ഫലം കിട്ടുമോ? ഇതേപോലെയാണ് നിങ്ങളുടെ കിഡ്നിയുടെ കഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കിഡ്നിയെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ജീവിതശൈലിയിലെ തെറ്റായ തീരുമാനങ്ങളെ മാറ്റിയെടുക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ കിഡ്നി രോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ വരികയാണ്, ഷുഗർ ഉണ്ട്, BP ഉണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ കല്ലിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, കല്ല് ചെറിയ കല്ലാണ്, സർജറി ഒന്നും ചെയ്യണ്ട, മരുന്ന് കുടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ, ആ കല്ല് അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്, പോന്നിട്ടുമില്ല, അതിങ്ങനെ വലുതായി വരിക, അങ്ങനെ സ്ഥിരമായിട്ട് കല്ലൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യമുള്ള ആളാണെങ്കിൽ, ഫാമിലിയിൽ ആർക്കെങ്കിലും കിഡ്നി രോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മുമ്പ് കിഡ്നീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ഒക്കെ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക. കിഡ്നി ഫങ്ഷൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് നടത്തുക. അത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു വലിയ സംഖ്യ ഒന്നും ആവുന്നില്ല. 1000 രൂപയിൽ താഴെ നമ്മൾ എത്ര അൽഫാം കഴിക്കുന്നു, എത്ര മന്തി കഴിക്കുന്നു, അത് ഒരു 2 ഫുൾ മന്തി കഴിക്കുന്ന പൈസക്ക് ഒരു പരിധി വരെ ടെസ്റ്റ് ചെയ്യുക. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതട്ടോ എനിക്കെന്തോ ലാബ് ഉണ്ടായിക്ക് ആളെ വിളിക്കണം എന്നല്ല. നിങ്ങൾ എവിടെ പോയിട്ടും ചെയ്യുക. ഇതൊക്കെ നേരത്തെ കണ്ടെത്തി ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാം. 90% ആൾക്കാർക്കും ആദ്യം കിഡ്നി രോഗമല്ല കാണുക, ഷുഗറിൻ്റെ തുടക്കം കാണുക. അപ്പം ശ്രദ്ധിച്ചാൽ ഷുഗർ കുറഞ്ഞിട്ടും ആരോഗ്യം കൂടുതൽ കിട്ടും, അധ്വാനിക്കാൻ കഴിയും, ഉണ്ടാക്കിയ പൈസയൊക്കെ ആസ്വദിക്കാൻ കഴിയും. അതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങളിൽ ഒരാളായിട്ട് പറയണം. പലപ്പോഴും എന്താ പറയുക, ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ വീഡിയോ പറഞ്ഞിട്ട് കാര്യം, ഇതിൻ്റെയൊക്കെ താഴെ ഓരോ കമൻറ്റ് നോക്കുക, എങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടാവും, നോ പ്രോബ്ലം. എന്നാലും ആളുകളിത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവിടെയാണ് എല്ലാവർക്കും നല്ലത് വരുന്നത്, അവിടെയാണ് ഞാനൊരു നല്ല ഡോക്ടറാവുന്നത്, അവിടെയാണ് ഒരു ഡോക്ടറായിട്ട് എന്നെ നിയോഗിച്ചിട്ടുള്ള സർവശക്തൻ്റെ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കുന്നത് എന്ന് കരുതിയതുകൊണ്ടാണ് നിങ്ങൾ ട്രോൾ ചെയ്യാലും വേണ്ടില്ല, കമൻറ്റ് ചെയ്താലും വേണ്ടില്ല എന്നൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ പറയുന്നത്. പരമാവധി ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മളുടെ സഹോദരന് വേണ്ടിയിട്ട് ഒരു പിരിവെടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുന്നത് നമുക്ക് ഒഴിവാക്കാം. നമ്മളുടെ കിഡ്നിയെ നമുക്ക് സ്നേഹത്തോടെ സംരക്ഷിക്കാം. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.